എന്താ ഇത്? എന്തിനാ കരയുന്നേ? അല്ല അതിലെന്ത് ഇൻസ്പെക്ടർ? അയ്യോ എന്താ എന്ത് പറ്റി? പ്ലീസ്, ഞാൻ നീ വിളിച്ചപ്പോ വന്ന ആളാണ്. രാവിലെ മുതൽ തുടങ്ങിയതാ, എന്താന്നറിയില്ല. അതായത് ഞാനും ജോജിയുമായിട്ട് അടിച്ചു പിരിഞ്ച്. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. എന്റെ തല വെട്ടി പൊളക്കുന്നുണ്ട്. ഞാനിനി എന്ത് പറയും, എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് ഒരു ഐഡിയ എനിക്കില്ല. ഇത്രയും ദിവസം നമ്മൾ തമ്മിലുള്ളത് നമ്മൾ തമ്മിൽ നിന്നു. പക്ഷെ ഇപ്പൊ നീ ചെയ്യുന്നില്ലേ? നീ ചെയ്തോ? உனக்கு இதெல்லாம் செட்டே ஆகாது லோகேஷ். நான் முன்னாடியே ஒரு தடவை சொல்லியிருக்கிறேன், உனக்கு செட் ஆகாது. ഇപ്പോഴും ഇത്രയും ആൾക്കാർ നോക്കിയിരിക്കുന്ന സമയത്ത് നീ ഇവിടെ ഇരുന്ന് എന്റെ മുഖത്തൊക്കെ ഷൗട്ട് ചെയ്തപ്പോഴും ഞാൻ ഒന്നും മിണ്ടിയില്ല. അയ്യോ ദാരിദ്ര്യം. എന്റെ അടുത്ത് നിന്ന് വരാൻ പോണത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിരിക്കും. നീ എന്താന്ന് വെച്ചാ കാണിക്കടാ. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. ഓക്കെ ആണോ നീ? വീട്ടിൽ പോണം. മോലാളിന്റെ വീട് എവിടെയാണെന്ന്? ചുടുകാട്ടിൽ. പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ മോനെ, പിന്നെ എന്തിനാ ഈ വിഷമിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. വായിക്കാം. എന്തിനാ? അറിയില്ല. എന്തിനാണ് ബ്രോ? ഞാനിപ്പോ എന്താ പറഞ്ഞത്? എന്തിനാണ് ബ്രോ? എന്നെ തേച്ചതാണല്ലേ? അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. അയ്യയ്യേ. മൈലേജ് കുറവാണെന്നൊക്കെ ചില ആളുകളുടെ ഒരു ഇതുണ്ട്. അതുപോലെ പെർഫോമൻസ് പോരാ, അങ്ങനെ ചില അഭിപ്രായക്കാരൊക്കെ ഉണ്ട്. ഞാനൊന്ന് പുതിയ ചോടുണ്ടാക്കി നോക്കി നീ. I am a disco dancer, la la la. I am a disco. ഇതിവിടെ അതിന്റെ ദപ്പുറത്ത് എല്ലാ വീടുകളും